ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുബോർഡ്. എല്ലാ മക്കൾക്കും എജുബോർഡിൻ്റെ CUT ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവുക, തമ്പനയിൽ കണ്ടിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അത് നന്നായിട്ട് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ തുറന്നിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയിരുന്നാലും എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. ഈ വരുന്ന മെയ് മാസത്തിൽ സയൻസ്, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ഈ 3 സ്ട്രീമുകളിലെ ഏതെങ്കിലും ഒന്ന് പഠിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ CUT എക്സാം നിങ്ങൾ എഴുതാൻ പോകണേ. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടി ഞാൻ പറയുന്നു. വേറെ ഒന്നുമല്ല, ഈ വരുന്ന മെയ് 11 മുതൽ മെയ് 31 വരെയുള്ള ദിവസങ്ങളാണ് നമ്മുടെ എക്സാം നടത്താൻ വേണ്ടി, CUT നടത്താൻ വേണ്ടി NTA തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാം നടത്തുന്ന NTA ആണ്. നിങ്ങൾക്ക് അറിയാം ഇതെന്താണ്, ഒരു CBT എക്സാം ആണല്ലേ. CBT എക്സാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു, മൗസിൽ ക്ലിക്ക് ചെയ്ത് ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എക്സാം ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണുള്ളത്. ഓൾറെഡി ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കിയ ആൾക്കാരാവാം, അല്ലെങ്കിൽ ചെയ്യാത്ത ആൾക്കാരാവാം. എന്തായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, പെൻ ആൻഡ് പേപ്പർ എക്സാം അല്ല. അതായത് നമ്മൾ ഉത്തരങ്ങൾ കറുപ്പിക്കുന്നയോ അല്ലെങ്കിൽ ടിക്ക് ചെയ്യുന്നയോ ഇൻഡ്യൂ മാർക്ക് എടുക്കുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല നമുക്ക് വന്നിരിക്കുന്നത്. പകരം എന്താണ്, ഇതുപോലെ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും, ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് താഴെ ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോകാം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിവിടെ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CBT ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണ്, നിങ്ങളുടെ പരീക്ഷ എന്നാണ്? ഡേറ്റ് ഒന്ന് നോക്കാം, ഒന്നുകൂടി നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. മെയ് 11 ആണല്ലേ. മെയ് 11. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ നിങ്ങൾ കൂട്ടി നോക്കിക്കോളൂ, ഏകദേശം ഒരു 35 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. ഈ 35 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 35 ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം എന്ന് പറയുമ്പം ഇതിൽ ഞായറാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമല്ല ശനി ഞായർ എല്ലാം ചേർത്തുകൊണ്ടുള്ള 35 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള പരീക്ഷകൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 35 ദിവസം നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് ഉണ്ടാകുമ്പോൾ അത് അത്യാവശ്യം വലിയ സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ +2 നിങ്ങൾ പഠിക്കാൻ വേണ്ടി 35 ദിവസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റിയിരുന്നു ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യമുള്ളൂ, ഈ 35 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യണം. ഓക്കെ, സിലബസ് കവർ ചെയ്യണം. അതുപോലെ തന്നെ അതിലെ ഹോട്ട് ടോപ്പിക്സ്, അതായത് ചോദ്യങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും, അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം അല്ലെ, അല്ലെങ്കിൽ റിവിഷൻ നടത്തിയിരിക്കണം. അതിന്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ കൂടി ചെയ്തിരിക്കണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കണം. അതിൻ്റെയും പുറമായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ കൃത്യമായിട്ട് കിട്ടിയിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് 35 ദിവസം, ഓരോന്നിനും നമ്മളൊരു 7 ദിവസം വെച്ചാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലബസ് കവർ ചെയ്യുന്നു ഫസ്റ്റ് വീക്ക്. ഓക്കെ, ദെൻ സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക് ആൻഡ് ഫിഫ്ത്ത് വീക്ക്. ഓക്കെ, അപ്പോൾ എത്ര ദിവസമായി നോക്കി, നിങ്ങളുടെ 7 ദിവസം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 35 ദിവസം നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 35 ദിവസം നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെയാണ് ഒരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾ അതിൻ്റെ സിലബസ് നോക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അതിലെ ഹോട്ട് ടോപ്പിക്സ് എന്തായാലും നമ്മളും പഠിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇതെന്തായാലും റിവിഷൻ ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം, മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് എഴുതി നോക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാം. എന്ന് വെച്ചാൽ തന്നെ ഈ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങൾ സ്വയം കണ്ടെത്തി, നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള നോട്ടുകൾ കാര്യങ്ങൾ എല്ലാം ഗൂഗിളും യൂട്യൂബും എല്ലാം ഉപയോഗപ്പെടുത്തി, നിങ്ങൾക്ക് എന്തൊക്കെ സോഴ്സ് ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടെത്താം. നോ പ്രോബ്ലം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്തേക്കാം. ഇതിലെ ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, റിവിഷൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, തുടങ്ങി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ സ്വന്തം ഞാൻ തന്നെ മതി എനിക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ആ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്, എക്സാമിന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അവസാനത്തെ ഒരു 35 ദിവസം കൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. നമ്മൾ തുടങ്ങേണ്ട എപ്പോഴാണ്, നമ്മൾ +1 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +2 എങ്കിലും പഠിക്കുമ്പോൾ, +2 പഠിക്കുന്ന ആ ജൂൺ മാസം തൊട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷത്തെ സമയം പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ പക്കയായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നു, ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്നു 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിജയ ശതമാനം ഉറപ്പ് വരാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറയട്ടെ, ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ CUT എക്സാം, നിങ്ങൾ എക്സാമിന് ഫീയും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. ഈ 35 ദിവസം കൊണ്ട് നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 100% ഉറപ്പ് പറയാൻ പറ്റും?
ഈ പറഞ്ഞ എക്സാം നിങ്ങളെ കൊണ്ട് ക്രാക്ക് നിങ്ങളുടെ കഴിവ് ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സും. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാം ഇത് പോസിബിൾ ആണോ ഇമ്പോസിബിൾ ആണോ എന്നുള്ളത്? ഈ 35 ദിവസം കൊണ്ട് സെൽഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ 100% നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. വേറെ ഒന്നുമില്ല, പ്രിപ്പറേഷൻ വിത്ത് ഗൈഡൻസ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ വിത്ത് ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, ഇതിന് പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിനൊന്നും വേണ്ടി നിങ്ങൾ എന്താ, നിങ്ങൾ സെപ്പറേറ്റ് അതിന് സമയം എന്ത് ചെയ്യേണ്ട, അതിൻ്റെ പിന്നാലെ നടന്ന് കണ്ടെത്തണം. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനേ നിൽക്കേണ്ട, അതൊന്നും ചെയ്യേണ്ട. എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതായത് നിങ്ങളുടെ വായിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം എത്തുന്ന പോലെ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. പക്ഷെ ഒറ്റ കാര്യം, അതെന്താണ് പറഞ്ഞത്, പ്രിപ്പറേഷൻ വിത്ത് ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളിപ്പോൾ ലാംഗ്വേജ് എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് ആവാം. ഓക്കെ, ഞാൻ ഡൊമൈനെ കുറിച്ച് മാത്രം പറയാം. നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റ് ഏതാണ്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഫിസിക്സ് എഴുതുന്ന കുട്ടി, ഓക്കെ, ആ കുട്ടിക്ക് അറിയാം NCERT +2 സിലബസ് ആണ് വേണ്ടത് അല്ലേ? NCERT +2 സിലബസ് ആണ് വേണ്ടത്. സിലബസിലെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി അതേപോലെ മറ്റൊരു കുട്ടി ഓപ്റ്റ് ചെയ്തതാണ് ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, പോട്ടെ, ഹിസ്റ്ററി, ആർട്സ് എന്ന് പഠിക്കുന്ന ഒരു കുട്ടി ഹിസ്റ്ററി ഓപ്റ്റ് ചെയ്യുന്നു. ആൻഡ് കൊമേഴ്സ് എന്നുള്ളൊരു കുട്ടി എന്ത് ചെയ്യുന്നു, അക്കൗണ്ടൻസി ഓപ്റ്റ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞതെല്ലാം +2 സിലബസ് പ്രകാരമുള്ള കണ്ടന്റ് മാത്രം പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക കഴിഞ്ഞാൽ ഇല്ല. കാരണം +2 ലെവലിലെ കണ്ടന്റ് കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ വേണം അല്ലേ? അത് ചെയ്യണം. ഇനി അതിൻ്റെ പുറമേയായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ജനറൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങൾ മിക്കവാറും പേരും. അപ്പോൾ ഈ ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാം, GK നമ്മൾ നോക്കണം. ഏത് മുതൽ ഏത് വരെയുള്ള GK നമുക്കൊരു ഐഡിയ ഉണ്ടോ? ഇല്ല, അവിടെ നിൽക്കട്ടെ. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ജനറൽ മെന്റൽ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് സോൾവ് ചെയ്താണ് സിറ്റുവേഷനൊക്കെ ആൻസർ കണ്ടെത്താറുള്ളത്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്, ഇതൊക്കെ നമ്മൾ എന്തിനാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ 35 ദിവസം കൊണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 35 ദിവസം കൊണ്ട് നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, സെൽഫ് പ്രിപ്പറേഷൻ ആണ് നല്ലത്, നമ്മൾ മറ്റാരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ വളരെ മോശമല്ലേ? എടാ, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്താണ്, അല്ലെങ്കിൽ എന്ത് പറയുന്നു, ഞാൻ ഒരാളുടെ സഹായത്തോട് കൂടി പ്രിപ്പയർ ചെയ്യണം. അതോടെ കഴിഞ്ഞു. അല്ലാതെ ഞാൻ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്തില്ല, ഒരിക്കലും നമ്മൾ ബാനർ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ബാക്കിയുള്ള ജീവിതത്തിൽ ഒരു ഭാഗത്തേക്ക് നമ്മളത് കൊണ്ടുപോകുന്നില്ല. അതുപോലെ ഞാൻ ഗൈഡൻസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതും നിങ്ങൾ എന്തില്ല, ബാനർ പിടിച്ചു വെക്കണം. നിങ്ങളുടെ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം മാത്രം, അതും കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ റിസ്ക് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാം, സെൽഫ് പ്രിപ്പയർ ചെയ്തോളാം, കാരണം എനിക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, CUTക്ക് അപ്ലൈ ചെയ്ത്. അപ്പോൾ ഈ കഴിവുള്ള നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വെറുതെ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഇത്ര കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ചാൻസ് എടുക്കാൻ തയ്യാറാണെന്ന് എൻ്റെ ചോദ്യം. ഓക്കെ, നിങ്ങളുടെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിന് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു ചാൻസ് എടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ചാൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ഒരു വർഷം മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ സമയം കിട്ടും, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സമയം കിട്ടും, ഒരു വർഷം നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യത്തിലുള്ളൂ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെച്ചിട്ട്, അതായത് എടാ CUT എക്സാമിനൊക്കെ നമ്മൾ കോച്ചിങ് എടുക്കുന്നത് മോശമല്ലേ, അല്ലെ ഈ കോച്ചിങ് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് ആലോചിക്കുക, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിന്നെക്കൊണ്ട് സ്വന്തമായിട്ട് കഴിയുന്നതല്ലേ, നിനക്ക് കഴിവുള്ളതല്ലേ? മക്കളെ, ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, കഴിവുള്ള നിങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ CUTക്ക് അപ്ലൈ ചെയ്തത്. ആ കഴിവ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതും ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നതും. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യത്തിലാണ്, മക്കളെ, ഒരിക്കലും ഒരു എക്സാമിന് നമ്മൾ എങ്ങനെ പാസ്സായി നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ലാഭിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാതെയല്ല, ഈ പറയുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിച്ചെടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. അത് ഞാൻ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, ഒരു 35 ദിവസം അല്ലേ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത് 35 ദിവസമാണ്. ഈ 35 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ റാങ്ക് അടിച്ചിട്ട് എക്സാം നിങ്ങളുടെ റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾ അങ്ങോട്ട് വന്ന വഴികൾ ആരും ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ് അവിടെ അന്വേഷിക്കാൻ പോകുന്നത്. എന്താണ് നിന്റെ CUTയിലെ റാങ്ക് എന്ന് മാത്രം ചോദിക്കുക, അല്ലാതെ എങ്ങനെയാണ് കിട്ടിയെന്ന് ഒരൊറ്റ തവണയെ ചോദിക്കുള്ളൂ, അതിൽ കൂടുതൽ ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ 35 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള A to Z കണ്ടന്റ് എത്ര വേണമെങ്കിൽ തരാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞതിന് പുറമേയായിട്ട് നോക്കിയേ, നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇത്രയും സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേറെ ഒന്നുമല്ല, എജുപോർട്ടിനെ എൻഡ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ CUTന്റെ ക്രാഷ് ബാച്ചിനെ കുറിച്ച്
ഞാൻ പറഞ്ഞ വേറെ ഒന്നും കേട്ടോ. ഇതിന് മുൻപ് എജ് ബോർഡിൽ CUT ക്രാഷ് ബാച്ച്, അതിന് മുൻപ് CUT എടുത്ത് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം എന്തായിരുന്നു നമ്മുടെ കോഴ്സിന്റെ അവസ്ഥ. ഞാൻ പറയുന്നു, ഞാൻ വേറെ ആരെയും സാക്ഷ്യപ്പെടുത്തില്ല, അജാസ് സാറിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ എക്കണോമിക്സ് അടക്കമുള്ള സബ്ജക്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റി കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഞാനത് 100% ഗ്യാരണ്ടിയിലാണ് ആ ഒരു ഉറപ്പ് തരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ വിശ്വസിച്ചുകൊണ്ട്. ഞാൻ ആരാന്നുള്ള ചോദ്യമായിരിക്കും അടുത്തുണ്ടാവുക, വേറെ ആരുമില്ല. ഞാൻ അവിടെ എജ് ബോർഡിൽ ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലുള്ള കുട്ടികൾക്ക് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എൻ്റെ പേര് സൽസബീൻ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ 35 ദിവസം ഒരിക്കലും വേസ്റ്റ് ആകാൻ പോകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. വേറെ ഒന്നും മാത്രമല്ല, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മക്കളെ ഏപ്രിൽ 10-ാം തീയതി. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു 3-4 ദിവസം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 3-4 ദിവസം മാത്രം ബാക്കിയുള്ള നിങ്ങളുടെ CUT എക്സാമിൻ്റെ പ്രിപ്പറേഷന് ഒരുപാട് ആലോചിച്ചിരിക്കണോ വേണ്ട എന്നതിൻ്റെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇത്തവണത്തെ ഈ ചാൻസിൽ ഞാൻ എഴുതി പാസ്സാണോ, അത് ഞാൻ കുറച്ചുകൂടി സമയം എടുത്ത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ റിസൾട്ട് തേടിയാൽ മതിയോ, അത് ഞാൻ ഇനി റിസ്ക് എടുത്തിട്ട് ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തി ഒരുപാട് ഹെക്ടിക് ആയിട്ട് എനിക്ക് തോന്നണോ, എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടെ മാത്രം കയ്യിലാണുള്ളത്. ഇത്ര കാര്യം മാത്രമേ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൂ. അപ്പം മറക്കണ്ട, ഇതാണ് നിങ്ങളുടെ സമയം, ഇതാണ് നിങ്ങളുടെ സമയം. ഈ സമയമാണ് നിങ്ങൾ എന്തിൻ്റെ സേവ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് റിസൾട്ടിൽ തന്നെയായിരിക്കും. എല്ലാവരും നിങ്ങളോട് അത് തന്നെ നോക്കുള്ളൂ, നിന്റെ റിസൾട്ട് എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാതെ നീ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ആരും ഒരു തവണയിൽ കൂടുതൽ ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വീണ്ടും കാണാം. ബൈ.